യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ ഇന്നുമുള്ളത്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു ഉദയം കൂടെ കാണുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. വളരെ മനോഹരമായൊരു സങ്കീർത്തന ധ്യാനമാണ് 104 സങ്കീർത്തനം. വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രകൃതിയുടെ മനോഹാരിതയും സൃഷ്ടിജാലങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകൾ വളരെ ഒരു കാഴ്ചയിൽ അത് വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഗഹനമായ ആ ചിന്ത ആഴത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരവിരുത്, ദൈവം ഇതെല്ലാം സൃഷ്ടിച്ച സർവശക്തൻ്റെ സർവജ്ഞാനം ഇതെല്ലാം നമുക്കവിടെ വെളിപ്പെടുകയാണ്. നാം സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ 3 പുസ്തകങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ദൈവത്തിന്. ദൈവം സംസാരിക്കുന്ന 3 പുസ്തകങ്ങൾ. ഒന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. തിരുവെഴുത്തുകൾ ദൈവം നമ്മളോട് സംസാരിക്കും. തിരുവെഴുത്തുകൾ കൂടിയാണ് അനേകർക്കും ദൈവിക ആലോചനകൾ ദൈവം പ്രദാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. ദൈവിക ശബ്ദം, പ്രത്യക്ഷത, ദൈവപ്രത്യക്ഷത ചിലർക്കുണ്ടാകും. വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളിൽ കൂടെ ഓരോരുത്തരെയും ദൈവം നടത്തുന്നു. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. തിരുവെഴുത്തുകൾ ദൈവം സംസാരിക്കുന്നു. ജീവിതം, നമ്മുടെ ജീവിതം ഒരു പുസ്തകം. നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ഓരോ അനുഭവങ്ങളിൽ കൂടെ. ഓരോ അനുഭവങ്ങളും വിലയേറിയതാണ്. ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതെല്ലാം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അതിനൊക്കെ ഒരു ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പിന്നീട് നമ്മൾ അത് മനസ്സിലാക്കും. തൽക്കാലം നമുക്കത് മനസ്സിലായി എന്ന് വരികയില്ല, പിന്നീട് നമുക്കത് മനസ്സിലാക്കും. എൻ്റെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നത് ഓർക്കുമ്പോൾ അതിലെല്ലാം ഒരു സ്വീറ്റ്നെസ്, എന്താ പറയുന്ന, ഈ പാറയിൽ നിന്നും തേൻ വരുന്നു എന്ന് പറയുന്നത് പോലെ ആ ജീവിതാനുഭവങ്ങളിൽ നിന്നെല്ലാം ഇന്ന് ഓർക്കുമ്പോൾ അത്ഭുതവഹമായ അനുഗ്രഹങ്ങളും കൃപകളുമാണ് ആ നാളിൽ ദൈവം നടത്തിയത്. വേദനകളുടെ, പ്രയാസങ്ങളുടെ കാലഘട്ടത്തിൽ ദൈവം നടത്തിയത്, ആശ്വാസം പ്രാപിച്ചത് ഓർക്കുകയാണ്. അത് പലപ്പോഴും അത് നമ്മൾ അറിയാതെ ദൈവത്തിലിങ്ങോട്ട് നമ്മൾ ചാരുകയാണ്. ദൈവകൃപകൾ നമ്മൾ അറിയാതെ നമ്മൾ പരിപാലിക്കപ്പെടുന്നതും എല്ലാം. മൂന്നാമതെന്ന് പറയുന്നത് നേച്ചറാണ്, പ്രകൃതി ദൈവത്തിൻ്റെ പുസ്തകമാണ്. ആ പ്രകൃതിയിൽ കൂടെ നമുക്ക് അനേക പാഠങ്ങൾ പഠിക്കാനുണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ പറയും, നീ ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അത് നിനക്ക് പറഞ്ഞു തരും. മത്സ്യത്തോട് സംഭാഷിക്കുക, അത് നിന്നെ ഉപദേശിക്കുമെന്നൊക്കെ യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ശരിക്കും അതങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു ദൈവ കൃപയോടുകൂടി ഓരോന്നിനെയും നോക്കുമ്പോൾ ദൈവം നമ്മളെ അനവധി പാഠങ്ങൾ പഠിപ്പിക്കും. ഭയങ്കര മഴയും കാറ്റും കോരിച്ചൊരിയുന്ന ആ മഴ, അങ്ങനെ പെരുമഴയുള്ള ഒരു സമയം ഞാൻ നോക്കുമ്പോൾ കാലത്ത് എഴുന്നേറ്റ് പക്ഷികൾ അത് എഴുന്നേൽക്കുകയാണ്. അതിന് ദൈവം കരുതി, അതിനെങ്ങനെ കരുതുന്നു, അതിൻ്റെ ആ പാർപ്പിടങ്ങളെ ദൈവം എങ്ങനെ സംരക്ഷിക്കുന്നു, ഓരോന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നും കരുതി വെക്കുന്നില്ല, പക്ഷേ അതിനെ ദൈവം കരുതുകയാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും, ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ. സദൃശവാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഉറുമിൻ്റെ വഴി നോക്കി ബുദ്ധി പഠിക്കുക എന്നൊക്കെ പറയുന്ന ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണാം. അപ്പോൾ പ്രകൃതി ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു മുഖാന്തരമാണ്, പ്രകൃതിയോട് സംഭാഷിക്കാനായിട്ട്. അത് നമ്മുടെ അന്തരംഗത്തിൽ ആ ഒരു ദൈവിക ജ്ഞാനം. അപ്പോൾ ആ ദൈവിക ജ്ഞാനം നമ്മൾ ഉപദേശിക്കും. ഓരോ കർത്താവ് പറഞ്ഞ ഉപമകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ അതെല്ലാം ഓരോ ദൈവത്തിൻ്റെ സൃഷ്ടി, അതിൽ കൂടെയാണ് ഈ ഉപമകളെല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് കർത്താവ് പറഞ്ഞത് കുറച്ച് എഴുതിയിട്ടുള്ളൂ, എത്രമാത്രം കാര്യങ്ങൾ വരെ പഠിപ്പിച്ച് കാണും. മാത്രമല്ല ഇന്നും നമ്മളെ ടീച്ച് ചെയ്യാൻ, പഠിപ്പിക്കുവാൻ, ഇതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രമാണ് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത്. മറ്റ് നമ്മുടെ ജീവിതങ്ങളിൽ കൂടെ അനവധിയായ കാര്യങ്ങൾ ഇന്നും ദൈവം പഠിപ്പിക്കുന്നു. മേലാലും ദൈവം അനേകരെ അത് പഠിപ്പിക്കും. ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഈ 3 വിധത്തിലും ദൈവം തൻ്റെ ഹിതം മനസ്സിലാക്കുകയും നമ്മളെ ദൈവം പ്രബുദ്ധരാക്കുകയും നമ്മളെ പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ചിന്തിക്കുന്ന 104 സങ്കീർത്തനം, അതിൻ്റെ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു അല്ലേ. ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അനുമുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു എന്ന്. ഈ മുഖത്തെ മിനുക്കുന്ന എണ്ണ എന്ന് പറയുന്നതിന് മറ്റൊരു സ്പിരിച്വൽ ട്രാൻസ്ലേഷൻ, ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ എണ്ണ പരിശുദ്ധാത്മാവ് ദൈവത്തെ കുറിക്കുകയാണ്.
അപ്പോൾ അത് അനോയിൻറ്റിങ്ങിനെ കുറിക്കുന്ന ഒരു ഇതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളെ റിഫ്രഷ് ചെയ്യുന്ന, ഈ ഭൗമികമായ സൗന്ദര്യമല്ല ഇവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്, ആത്മീകമായ നമ്മുടെ ആ ഒരു ഫ്രഷ്നെസ് റിഫ്രഷ്മെൻ്റ് ചെയ്യും നമ്മളെ. ഇപ്പോൾ ഈ ആടുകൾ, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ ആ ഇടയൻ്റെ കയ്യിൽ ഈ ഓയിൽ കാണുമെന്ന് പറയുന്നത്, ഈ തൈലം. അത് യെരമ്യാപ്രവാചന പുസ്തകത്തിൽ കാണുന്നുണ്ട്. അത് ഒടിഞ്ഞതിൽ പുരട്ടുവാനുള്ള തൈലമുണ്ട്, ആടുകൾ ക്ഷീണിക്കുമ്പോൾ അതിന്മേൽ പുരട്ടാനുള്ള തൈലമുണ്ട്. അപ്പോൾ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ദാവീദ് പറയുക. യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടായ സങ്കീർത്തി പറയുക. അപ്പോൾ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ക്ഷീണിച്ചു പോയ ആട്ടുംകുട്ടികളെ അതിൻ്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് അതിനെ പുതുക്കുകയാണ്, അതിന് റിഫ്രഷ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനും ഒക്കെ, നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കുവാനും ഒക്കെ മുഖാന്തരമാക്കുന്ന ഓരോ അനുഭവങ്ങളാക്കി ദൈവം മാറ്റും. തുടർന്ന് നമ്മൾ കാണുകയാണ് 16-ാമത്തെ വാക്യം മുതൽ, യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു, പെരുഞ്ഞാറയ്ക്ക് സരള വൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തൻ്റെ അസ്തമയത്തെ അറിയുന്നു. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. അവിടെ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയുകയാണ്. പിന്നെയും മൃഗങ്ങളുടെ സസ്യജാലങ്ങളുടെ കാര്യമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വരെയുള്ളത് ചിന്തിക്കാമെന്ന് കരുതുന്നു. മുമ്പോട്ട് ആവശ്യമെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കുമല്ലോ. ഇവിടെ യഹോവയുടെ വിഷയങ്ങൾക്ക് തൃപ്തി വരുന്നവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾ തന്നെയാണെന്ന് അറിയില്ലേ. യഹോവയുടെ വിഷയങ്ങൾ എന്ന് പറയാൻ ദൈവം പരിപാലിക്കുന്ന വൃക്ഷങ്ങളാണ്. ശക്തവും ബലവിറ്റതും ഉയരത്തിൽ നേരെ പോകുന്നതുമാണ് ഈ ദേവദാരു എന്ന് പറയുന്നത്. ദേവദാരു വൃക്ഷം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. ദ ട്രീസ് ഓഫ് ദ ലോർഡ് ആർ വാട്ടേർഡ് അബൻഡൻ്റ്ലി. അത് യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുത്തും എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ദ ട്രീസ് ഓഫ് ദ ലോർഡ് ആർ വാട്ടേർഡ് അബൻഡൻ്റ്ലി. അത് നനയ്ക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തക്ക സമയത്ത് മഴ, അല്ലെങ്കിൽ അതിൻ്റെ തക്ക സമയത്ത് മഞ്ഞ്, അതെല്ലാം കൊടുത്ത് അത് വളരുകയാണ്. ഈ എത്ര ശക്തിയുറ്റതും ബലവുറ്റതുമായ ലെബാനോനിലെ ദേവദാരുക്കൾ എന്ന് പറയുന്നത് ദൈവം വളർത്തുന്നത്, മനുഷ്യൻ നട്ടുപിടിപ്പിക്കുന്നതല്ല. മനുഷ്യൻ പ്ലാന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതൊരു വശത്ത്. എന്നാൽ ആരും പ്ലാന്റ് ചെയ്യാതെ തന്നെ ഇത് വളർന്നു വരുന്ന സസ്യങ്ങളാണ്. അത് എത്ര ശക്തവും ബലവുറ്റതുമാണ് ഈ കേദാർ എന്ന് പറയുന്ന വൃക്ഷം, ദേവദാരു എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അത്രമാത്രം ശക്തമായൊരു വൃക്ഷത്തെ ദൈവം പരിപോഷിപ്പിക്കുക. ആരാലും മനുഷ്യരാൽ പരിപോഷിപ്പിക്കപ്പെടാതെ, മനുഷ്യരാൽ സംരക്ഷിക്കപ്പെടാതെ അത് വളർന്നു വരികയാണ്. അങ്ങനെയെങ്കിൽ സ്വന്തം സദൃശ്യത്തിലും സ്വരൂപം സൃഷ്ടിക്കപ്പെട്ട നമ്മളെ ദൈവം എത്രത്തോളം പരിപാലിക്കും? ഈ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മളെ നയിക്കേണ്ടത്. ഇനി അവിടെ പറയുന്ന, അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു, പെരുഞ്ഞാറയ്ക്ക് സരള വൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. ഈ ലെബാനോനിലെ ദേവദാരു ഒക്കെ ദേവാലയ നിർമ്മാണത്തിന് ഏറ്റവും മഹത്തരമായിട്ട് പറയുന്നതാണ് അല്ലേ, ലെബാനോനിലെ ദേവദാരു എന്ന് പറയുന്നത്. യെരൂശലേം ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ശലോമോൻ കൊണ്ടുവരുന്ന ദേവദാരുക്കളൊക്കെ കാണുന്നുണ്ട്. ലെബാനോനിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇന്ന് ലെബാനോനിൽ യുദ്ധമൊക്കെ നടന്നപ്പോൾ കാണുന്നുണ്ട്. എന്നാൽ ആ ലെബാനോൻ നാശത്തിന് എതിരായി തീർന്നതും പിന്നീട് ലെബാനോൻ വീണ്ടും അത് തളർക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ന് സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളൊക്കെ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു, ഈ ദേവദാരുക്കൾ. പെരുഞ്ഞാറയ്ക്ക് സരള വൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. ഇൻ ദം ദ ബേർഡ്സ് ബിൽഡ് ദെയർ നെസ്റ്റ്, ദ സ്റ്റോർക്ക് ഹാസ് ഇറ്റ്സ് ഹോം ഇൻ ദ ഫിർട്ടീസ്. അതായത് ഈ സ്റ്റോർക്ക് എന്ന് പറയുന്ന, അതായത് പെരുഞ്ഞാറ എന്ന് പറയുന്ന ഒരു പക്ഷി. പെരുഞ്ഞാറ എന്ന് പറയാൻ നമ്മുടെ കൊറ്റിയില്ലേ, കൊക്കിൻ്റെ കാൾ വലുതായിട്ടിരിക്കും. അതായത് ഉടൽ വലുതായിരിക്കും, കാലുകൾ നീളമുള്ളതായിരിക്കും, പിന്നെ കൊക്ക് ഇങ്ങനെ അത് ഇങ്ങനെ ഒത്തിരി ലോങ് പീക്കാണ്, നീളമുള്ള കൊക്കുകളാണ്. ഇത് വളരെ സ്പീഡിൽ പറക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്, വളരെ ശക്തമായിട്ട് ഉയരത്തിൽ പറക്കാൻ സാധിക്കും. ഈ പെരുഞ്ഞാറയ്ക്ക് സരള വൃക്ഷം എന്ന് പറഞ്ഞാൽ ദേവദാരു വൃക്ഷത്തിനാണ് പറയുന്നത്. പെരുഞ്ഞാറയ്ക്ക് സരള വൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു എന്ന് പറയുന്നത്. ഇത് കാരണം ഈ പെരുഞ്ഞാറ കൂടുണ്ടാക്കുന്നത് വളരെ വിസ്താരമായ കൂടാണ് ഉണ്ടാക്കുന്നത്. അത് നാളുകളെടുത്ത് അത് കൂടുണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ഭയങ്കര ബലമായിരിക്കും അത് ചില ദേശങ്ങൾ. എന്നാൽ ഈ ചില ദേശങ്ങൾക്കുള്ള വൃക്ഷങ്ങൾ, ആ വൃക്ഷം തിരഞ്ഞെടുത്ത് സ്ട്രോങ് ആയിരിക്കണം. ആ വൃക്ഷങ്ങൾ
അത്ര ബലവത്തായിട്ടാണത്. ഇത് കമ്മ്യൂണിറ്റി ആയിട്ടാണ് താമസിക്കുന്നത്, കൂട്ടമായിട്ടൊക്കെ താമസിക്കും. ഇതിന് പെരിഞ്ഞാറേക്കുറിച്ച് പറയുന്ന മോണോഗമി എന്ന് പറയുന്നത്, അതായത് ഒരു കുടുംബം പോലെ ഒരു ഇണയെ ചേർത്ത് ജീവിക്കുന്ന ഒരു പക്ഷിയാണത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് ബലവത്തായ വൃക്ഷത്തിലാണ് അത് കൂട് വയ്ക്കുന്നത്. അപ്പോൾ ഈ പെരിഞ്ഞാറയ്ക്ക് സരള വൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. അത് തുറന്നു പറയാം, ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റേതായ ജീവിത സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണമാണ് അത് ഓരോന്നും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, പാർപ്പിടത്തിനുമൊക്കെ. അപ്പം നമ്മളെല്ലാറ്റിനും ഇതൊക്കെ പറയുമ്പോൾ എല്ലാം ദൈവത്തിങ്കിലേക്ക് നമുക്ക് കേന്ദ്രീകരിക്കപ്പെടണം. നമ്മുടെ സങ്കേതം, നമ്മുടെ ആശ്രയം, നമ്മുടെ ബലം, നമ്മുടെ കോട്ട. ദാവീദൊക്കെ അത് ആവർത്തിച്ച് പറയുന്ന മടുക്കുന്നില്ല. യഹോവ എൻ്റെ ബലമാണ്, എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ പാറയാണ്, എൻ്റെ നീതിയാണ്, എൻ്റെ വെളിച്ചമാണ്, അല്ലെങ്കിൽ എൻ്റെ ഗോപുരമാണ്. എല്ലാം ഇങ്ങനെ ഉദാഹരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സങ്കീർത്തനം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തെ ഉപമിക്കുകയാണ്. മനുഷ്യന് വേറെ വാക്കുകളില്ല. കാണുന്ന ഓരോന്നിനെയും കൊണ്ട് അതെല്ലാം എൻ്റെ ദൈവത്തോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ഉപമിക്കുകയാണ്. എന്നാൽ അതൊന്നും ദൈവങ്ങളല്ല. ഈ പ്രകൃതിയെ അത് തെറ്റായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അതിന് ദൈവങ്ങളാക്കി ആരാധിക്കുന്നവരുണ്ട്. കാറ്റിനെ, സൂര്യനെ, ചന്ദ്രനെ എല്ലാം ദൈവങ്ങളാക്കി ആരാധിക്കുന്നു. എന്നാൽ അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുക. എന്നാൽ സൃഷ്ടിയെ ദൈവത്തിൻ്റെ കരവിരായിട്ട് ഉപമിച്ചുകൊണ്ട് അതെല്ലാം നമ്മൾ ദൈവത്തിങ്കിലേക്ക് പോയിൻ്റായിട്ട് വയ്യുന്ന ഒരു മനോഹരമായ അനുഭവമായിട്ട് മാറാൻ സാധിക്കും. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. ഇത് വളരെ അത്ഭുതകരമായൊരു സംഗതി. ഉയർന്ന മലകൾ കാട്ടാടുകൾക്ക് സങ്കേതമാകുന്നു എന്ന് പറയുന്നു. മലയാടെന്നൊക്കെ പറയുന്ന ഇതാണ്. അതായത് ഈ കണ്ടിട്ടുണ്ടായിരിക്കാം ഈ ഡിസ്കവറി ചാനൽ ഇതിലൊക്കെ പാറയുടെ ഇതിൽ കൊത്തനെയുള്ള പാറകൾ, നെടുകയുള്ള പാറകളുടെ പുറത്തെല്ലാം ഇത് സഞ്ചരിക്കുന്ന കണ്ടാൽ അത്ഭുതം തോന്നും. ചില ഷോർട്സൊക്കെ നമുക്ക് അത് കാണാനായിട്ട് പറ്റും. അതിൻ്റെ അത് എങ്ങനെ ഇത് സഞ്ചരിക്കുന്നു, ഒരു കാലിൽ അത് പശ ഒട്ടിച്ചു വെച്ചതുപോലെ ഇരിക്കുന്നത്. എന്നാൽ കുളമ്പ് നോക്കി, അതിന് വലിയ പല്ലിയുടെ ഇതുപോലെയൊന്നും അല്ല ആടിൻ്റെ കുളമ്പെന്ന് പറയുന്നത്. അത് സ്ട്രോങ് ആണ്, അത് ഇതായിട്ടുള്ളതാണ്. പക്ഷേ അത് പറ്റി പിടിക്കത്തക്കോണം എയർ ഇതൊന്നുമില്ല അതിനകത്ത്. ഇപ്പോൾ പല്ലിക്കൊക്കെ എയർ ഇതുണ്ടെന്ന് പറയാം, അങ്ങനെ അത് പിടിക്കുന്നതെന്ന് പറയാം, ഉടുമ്പുകൾക്കൊക്കെ. ഇതിനങ്ങനെയൊന്നുമില്ല. പക്ഷേ എങ്ങനെ ഇത് സഞ്ചരിക്കുന്നു, അത് പോകുന്ന പോക്ക് കൊണ്ടാൽ എങ്ങനെ. ഈ വരയാടൊക്കെ അതിനോട് സാമ്യപ്പെട്ടതാണ്. മൂന്നാർ മേഖലയിൽ കാണുന്ന വരയാടൊക്കെ അത് മലകളിൽ കുതിക്കുന്ന കുതിപ്പ് കണ്ടാലും എത്ര അതിശയകരമാണ്, ആശ്ചര്യപ്പെട്ടു പോകും നമ്മൾ. അപ്പം അതിനെയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവത്തിൻ്റെ കരുവ് നമ്മൾ മനോഹരമായി കാണണ്ടേ. ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര അഗാധമാണ്, എത്ര അവഗാഹമാണ്. പിന്നെ പറയാണ് പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. ഇത് സദൃശവാക്യത്തിൽ 30-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നെന്നാണ് പറയുന്നത്. ഫീബിളാണ് ഈ കുഴിമുയൽ, പക്ഷേ അതിൻ്റെ പാർപ്പിടം പാറയിലാണ്. അതെങ്ങനെ അത് പാർപ്പിടം അതിനകത്ത് ഉണ്ടാകുന്നു? അതാണ് ദൈവത്തിൻ്റെ അതിശയകരമായ സൃഷ്ടി എന്ന് പറയുന്നത്. അതാണ് ഫീബിളാണ്, പക്ഷേ അത് പാർക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലത്താണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പാഠമായിരിക്കാനായിട്ട് സാധിക്കണം. ഫീബിളാണ്, നമ്മളെല്ലാം ബലഹീനരും ശക്തി എല്ലാം കുറഞ്ഞു വരുമൊക്കെ ആയിരിക്കും. പക്ഷേ സർവശക്തനായ ദൈവത്തെങ്കിലും ആശ്രയിക്കുക, അവൻ എൻ്റെ പാറ എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ അവൻ നമ്മുടെ സങ്കേതമാകും. അപ്പോൾ ദൈവം നമ്മൾ ഏബിളാകും, നമ്മൾ ബലവന്മാരാകും. കാരണം എന്താ, നമ്മളെ ശക്തനാക്കുന്നൊരു മുഖാന്തരമുണ്ട്. എപ്പോഴെല്ലാം നമുക്ക് അശക്തി തോന്നുന്നു അപ്പോഴെല്ലാം നമ്മൾ ശക്തനായവന് ചാരണം, ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ബലമില്ലാത്തവന് ഞാൻ ബലം വർദ്ധിപ്പിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നവന് ഞാൻ ബലമേകുന്നു എന്ന് പറയുന്നത് ശേപ്രമാൻ്റെ പുസ്തകം. ദൈവം ക്ഷീണിച്ചു പോകുന്നില്ല, പക്ഷെ അവൻ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തെ സമ്പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം. സ്നേഹവാനായ ദൈവമേ, അവിടുത്തെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നിങ്ങൾ സങ്കീർത്തനക്കാരെ ഞങ്ങൾക്ക് വിവരിച്ചു തരുന്നു. എല്ലാം നിങ്ങളെ ആശ്രയിക്കുന്ന പോലെ അപ്പോൾ നിൻ്റെ സൃഷ്ടി ഓരോന്നും നിൻ്റെ കരവിരുതാണ്. എന്നാൽ സ്വന്തം സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് എത്രത്തോളം കരുതാതെ ഇരിക്കും. അവിടെ ഞങ്ങൾ കരുതുന്ന ദൈവമായിരിക്കുക. സകല അവൻ നിങ്ങൾക്കായി കരുതുന്ന സകല ചിന്താകുലും എൻ്റെ മേൽ ഇട്ടുകൊള്ളും എൻ്റെ തിരുവഴുത്തും പ്രകാരം എല്ലാം നിൻ്റെ സ്നേഹം സമർപ്പിക്കുന്നു. ഞങ്ങൾ കൂടെ തിരുനാമത്വപ്പെടുത്തണമേ. എല്ലാറ്റിനായ സ്തുതി മഹത്വത്തേക്ക് മാത്രം നീക്കും തന്നെ. ആമേൻ. കർത്താവേ, നീ എൻ്റെ സംഗീതം, എന്നാശ്രയം, നിൻ ബലം നീ. കഷ്ടങ്ങളിൽ ഏറ്റമടുത്ത തുണയും താങ്ങും തണലും നീ. രാവിൻ ഭീകര കൂരിരുളിൽ നീ എൻ വെളിച്ചം, എൻ തെളിവും. ഇരുൾ പോലും മറവായി
പിരിക്കാത്തോ നീ ഇരുളും വെളിച്ചവും ഒരുപോലെയാ